പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ SFI നേതാക്കളുടെ ഗുണ്ടായിസം നിരീക്ഷണ മുറിക്കകത്ത് കയറി പോലീസിനോട് SFI ജില്ലാ പ്രസിഡന്റ് വിപിൻ തട്ടിക്കയറി. കഞ്ചിക്കോട് സ്കൂളിൽ നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നതിനിടയിലാണ് സംഭവം. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഈ പരിക്കേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തുമ്പോഴാണ് പോലീസിന് നേരെയുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? എന്താണ് നിലവിലെ അവസ്ഥയും? സുരേഷ്, ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കഞ്ചിക്കോട് സ്കൂളിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നതിനിടെ ഈ നിരീക്ഷണ മുറിക്കകത്ത് SFI ജില്ലാ പ്രസിഡന്റ് വിപിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കയറി ചെല്ലുകയായിരുന്നു. അതിനുശേഷം പോലീസിന് നേരെ തട്ടിക്കയറുകയായിരുന്നു. പോലീസിനോട് ഈ വിദ്യാർത്ഥികൾ പറയുന്ന മൊഴിയല്ലാതെ താൻ പറയുന്ന മൊഴി രേഖപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് കയർക്കുകയായിരുന്നു എന്നുള്ളതാണ് ചുറ്റും കണ്ടുനിന്ന ആളുകൾ പറയുന്നത്. താൻ SFI ജില്ലാ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞായിരുന്നു ധാരാളം രോഗികൾ ഉൾപ്പെടെയുള്ള ആശുപത്രിക്ക് അകത്തെ നിരീക്ഷണ മുറിയിൽ വെച്ച് ഇത്തരത്തിൽ പോലീസിന് നേരെ ഈ SFI നേതാവിന്റെ ഭീഷണി. ഏതായാലും ഇത്തരത്തിൽ ഭീഷണി ഉയർന്നതോടുകൂടെ തന്നെ പോലീസ് അതിനെ വകവെച്ചില്ല. ഈ ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും ആരാണെങ്കിലും പുറത്തു കടക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയും തുടർന്ന് ഈ SFI നേതാവിനെ നിരീക്ഷണ മുറിക്കകത്തു നിന്നും പുറത്താക്കുകയുമായിരുന്നു. ഏതായാലും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ABP പ്രവർത്തകരായ 2 വിദ്യാർത്ഥികൾക്ക് നേരെ കത്തിക്കുത്ത് ഏൽക്കുകയുണ്ടായി. കഞ്ചിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ദീപക്കിനും അതുപോലെ തന്നെ സൂര്യദത്തനുമാണ് പരിക്കേറ്റത്. ദീപക്കിന് കഴുത്തിലും അതുപോലെ തന്നെ സൂര്യദത്തിന് മൂക്കിലുമാണ് കുത്തേറ്റത്. ഈ കുത്തേറ്റ വിദ്യാർത്ഥികൾ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾ മാത്രമല്ല ധാരാളം ആളുകൾ, അവശരായ ഒരുപാട് രോഗികളുള്ള ഈ ആശുപത്രിക്കകത്ത് വന്ന് ഇങ്ങനെ താൻ SFIയുടെ ജില്ലാ പ്രസിഡന്റ് ആണെന്നും മറ്റും പറഞ്ഞുള്ള ഈ നേതാവിന്റെ ആക്രോശം. ഏതായാലും പോലീസ് ഇവരെ പിന്നീട് അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറയുകയായിരുന്നു. പുറത്തേക്ക് കടക്കാൻ പറഞ്ഞപ്പോഴും ആദ്യം കൂട്ടാക്കാതെ ഏറെ നേരം പോലീസിനോട് ഈ നേതാവ് കയർക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.